Hello and welcome to Persian Malayali. ഞങ്ങളുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഞങ്ങളുടെ വെക്കേഷൻ സീരീസ് ഷോപ്പിംഗ് വീഡിയോസ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വെളിയിൽ പോയി ഷോപ്പിംഗ് ചെയ്യുന്ന വീഡിയോസ് മാത്രമാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരുന്നത്, ചെറിയ ചെറിയ ഷോപ്പിംഗ്സ് ഒക്കെ. അതെല്ലാം നമ്മൾ അവിടെ വീട്ടിലേക്കും അങ്ങനത്തെ കാര്യങ്ങളാണ് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി, അത് പക്ഷേ ഞങ്ങൾ കടകളിൽ പോയല്ല വാങ്ങി, ഞങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗ് ആണ് ചെയ്തത്. അപ്പം അതും ഷോപ്പിങ്ങിൽ ഇൻക്ലൂഡ് ആവുന്ന കാര്യമാണല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങൾ നിങ്ങളെ കാണിക്കാം. ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പേഴ്സണൽ ക്ലോതിങ് ഐറ്റംസ് ആണ്, ഞങ്ങൾക്ക് ഇടാനുള്ള തുണികളാണ്. അപ്പോൾ ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും നമ്മൾ വെക്കേഷനിൽ പോകുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. സോ എൻ്റേതൊക്കെ ഞാൻ കണ്ടില്ലേ, ഞാൻ ആക്ച്വലി അത് വന്നപ്പോഴേ അത് ഓപ്പൺ ചെയ്ത് ഇട്ട് നോക്കി, സൈസൊക്കെ കറക്റ്റ് ആണോ നോക്കണമല്ലോ. പക്ഷെ എൻ്റേത് ഓപ്പൺ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. സോ അതും ഓപ്പൺ ചെയ്ത് കാണിക്കാം. എൻ്റെ ഓൾറെഡി ഓപ്പൺ ചെയ്തതും ഞാൻ കാണിക്കാം. സോ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഓൺലൈൻ ഷോപ്പിംഗ് അൺബോക്സിങ് വ്ളോഗാണ്, നിങ്ങളെ കാണിക്കാനുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ തന്നെ കാണിക്കാം. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ എല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചു. സോ ഇനിയിപ്പോൾ എനിക്ക് ഇനി ഓപ്പൺ ചെയ്യാൻ അതങ്ങ് എടുത്തങ്ങ് മാറ്റാമല്ലോ, എല്ലാം അഴിഞ്ഞ് കിടക്കുന്നുണ്ട്. സോ ഇത് ഞാൻ ആദ്യം തന്നെ ഞാൻ കാണിക്കാം. ഞാനൊരു സ്കേർട്ട് വാങ്ങി കേട്ടോ. ഇത് എന്താ പറയുക, എനിക്ക് സ്കേർട്ട്സ് ഒക്കെ വലിയ ഇഷ്ടമാണ്. എൻ്റെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ടായിരിക്കുമല്ലോ. ഞാൻ ഒരുപാട് സ്കേർട്ട് യൂസ് ചെയ്യും. എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നു. ഒരു സ്കേർട്ടോ ടീഷർട്ടോ ഇട്ട് അങ്ങ് ഇറങ്ങാം. വളരെ കംഫർട്ടബിൾ ഒരു ഡ്രസ്സാണ്. സോ ഈ ഒരു ബ്ലാക്ക് സ്കേർട്ട് ഞാൻ വാങ്ങിയത് സെൻറ്റർ പോയിന്റിൽ നിന്നാണ്. ഈ ഒരു ബ്ലാക്ക് സ്കേർട്ട് കുറച്ച് എന്താ പറയുക, കുറച്ച് വൈറ്റ് ബീഡ്സ് ഒക്കെ വെച്ചൊരു ബ്ലാക്ക് സ്കേർട്ടാണ് ഞാൻ വാങ്ങിയത്. മിഡി ലെങ്ത് എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്, ഫുൾ ലെങ്ത് അല്ല. ബട്ട് എന്നാലും ഇടുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കാലിൻ്റെ താഴെ വരെയൊക്കെ എത്തും. ഇത്ര ഒരു ലെങ്ത് വരും, കണ്ടില്ലേ, ഇത്ര ഒരു ലെങ്ത് വരും. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഷോപ്പിംഗ് കേട്ടോ. പിന്നെ വാങ്ങിയത് ഇതും സെൻറ്റർ പോയിന്റിൽ നിന്ന് തന്നെ വാങ്ങിയതാ. ഒരു പല്ലാസോ പാൻറ്റ് മാതിരിയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇടുമ്പോൾ നല്ല ലൂസ് പാൻസ് ആണ്. അപ്പോൾ ഇത് ഉല പോപ്കൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഇത് കണ്ടില്ലേ, നല്ല നല്ല ലൂസാണ്, ഭയങ്കര ലൂസ് ആക്ച്വലി. ഞാനിത് ഇടുമ്പം നിങ്ങൾക്ക് കാണാം, വീഡിയോയിൽ ഞാൻ ഇടുമല്ലോ, എന്തായാലും മേടിച്ചല്ലേ. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ലൂസാണ് കേട്ടോ. സാധാരണ ഞാൻ ഇച്ചിരി ഫിറ്റിങ്സ് ഉള്ള ജീൻസ് അങ്ങനത്തെ ഒക്കെയാണ് ഇടുന്നത്. ഇത് വളരെ ലൂസ്, ഞാൻ വെച്ചൊന്ന് ട്രൈ ചെയ്തോ. ഇങ്ങനെ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോഴേ, ഫ്ലൈറ്റിലൊക്കെ നമുക്ക് കുറച്ച് ലൂസായിട്ട് ഇടുമ്പോൾ നമ്മൾ കുറച്ച് കംഫർട്ടബിളൊക്കെ ഒത്തിരി നേരം നമുക്ക് ഇരിക്കേണ്ടതാണല്ലോ. സോ ഇത് ബ്രാൻഡ് ഉല പോപ്കൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ആൻഡ് സ്കേർട്ട് ഞാൻ വാങ്ങിയത് 2X എക്സ്ട്രീം എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. പിന്നെ ഞാനൊരു സാധാ ഒരു ട്രാക്സ് വാങ്ങി. വേണമെങ്കിൽ നമുക്ക് വെളിയിലും ഇടാം, വീട്ടിലും ഇടാം. സോ എനിക്കെൻ്റെ കളറ് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പ്രിൻ്റൊക്കെ ഉണ്ട്, മിക്കി മൗസ് പ്രിൻ്റൊക്കെ ഉണ്ട് ഇതിൽ. സോ ഇത് സാധാ ഒരു ട്രാക്ക് പാൻ്റാണ്. വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും എൻ്റെ കൂടെ പെയർ ചെയ്യാം, ടീഷർട്ടിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്ത് വെളിയിലിടാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലും ഇടാം. സോ രണ്ടും ഉദ്ദേശിച്ച് ഞാൻ വാങ്ങിയത്. ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടറിയാം, നമുക്ക് വീഡിയോയിൽ കാണാം. പിന്നെ ഞാൻ വാങ്ങിയത് കണ്ടില്ലേ. അപ്പോൾ ഈ 3 സാധനവും ഞാൻ വാങ്ങിയത്, ഞാനിപ്പോൾ ആദ്യം വാങ്ങിച്ച 3 സാധനം ഞാൻ വാങ്ങിയത് സെൻറ്റർ പോയിന്റിൽ നിന്നാണ്, ഓൺലൈൻ വാങ്ങിയത്. സെൻറ്റർ പോയിന്റ് ഇവിടെ നാട്ടിലില്ലെന്ന് തോന്നുന്നു. ഇവിടെ ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ളൊരു കടയാണ്. ആൻഡ് അവർക്ക് ഷോപ്പിംഗ് വെബ്സൈറ്റും ഉണ്ട്. പിന്നെ ഇത് ഞാൻ വാങ്ങിയത് മാക്സിൽ നിന്ന്, നാട്ടിലും ഉണ്ട് മാക്സ്. സോ ഇവിടുത്തെ മാക്സ് UAE നിന്ന് വാങ്ങിയതാണ്. ഇതൊരു കോളേർഡ് ഷർട്ടാണ് കേട്ടോ. ആൻഡ് സോ ഇവരൊരു ബ്രൗൺ ഷെയ്ഡ് എന്നാണ് എഴുതിയിരുന്നത്. ഇതിനൊരു ഫ്ലോറൽ ബട്ടൺസ് ഒക്കെ ഉള്ള സാറ്റിൻ ഷർട്ടാണിത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ജീൻസിൻ്റെ കൂടെ ഫോർമൽ പാൻസിൻ്റെ കൂടെ ഒക്കെ ഇടാൻ നല്ല കംഫർട്ടബിൾ, ഭയങ്കര വെയ്റ്റ്ലെസ് ആണിത്. നല്ല രസമായത് ഇടാൻ, നല്ല സുഖമാണ്. സാറ്റിനാണ് ഇത്. മാക്സിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. സെയിം അതിൻ്റെ തന്നെ വേറെ ഒരു കളർ ഞാൻ മാക്സിൽ നിന്ന് വാങ്ങി. ഇത് കണ്ടില്ലേ, ഈ കളർ എനിക്ക് ഭയങ്കരമായിട്ട് സത്യം ഞാൻ ഇഷ്ടപ്പെട്ടു. ഒരു മെറൂൺ കളറാണ്, മെറൂൺ പർപ്പിൾ കളർ എന്നൊക്കെ പറയാം. എക്സാക്ട് കളർ എനിക്ക് പറയാറില്ല. അതുപോലെ അതിൽ ഫ്ലോറൽ പ്രിന്റ്, വൈറ്റ് കളറിൻ്റെ ഫ്ലോറൽ പ്രിന്റ് ആണ്. ഇതും അതേ സെയിം മെറ്റീരിയൽ സാറ്റിൻ ഷർട്ടാണ് വിത്ത് ബട്ടൺസ്. ഇത് നല്ലതാണ്. ഇതും നമുക്ക് ജീൻസിൻ്റെ കൂടെ ഫോർമൽ പാൻസിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ നല്ലൊരു ഷർട്ടാണ്. അപ്പോൾ ഇത് രണ്ടും വാങ്ങി. പിന്നെ ഇത് ഞാൻ മറന്നുപോയി, സെൻറ്റർ പോയിന്റിൽ നിന്ന് തന്നെ ഈ ടീഷർട്ടും വാങ്ങിയത്. കണ്ടില്ലേ, ഈ ഒരു ടീഷർട്ടും നമുക്ക് എന്തിൻ്റെയും കൂടെ പെയർ ചെയ്യാം, ജീൻസോ പാൻസിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാം. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ടീഷർട്ട്. സോ അതുകൊണ്ട് വാങ്ങിയത്. ഇതൊക്കെ കണ്ടില്ല, ഇത് കുറച്ചിങ്ങനെ എംബോസ് ടൈപ്പാണ്, ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് ഈ പ്രിൻറ്റ്, ഈ ഒരു ഇത്രയും പ്രിൻറ്റ്. പിന്നെ ഇവിടെയൊക്കെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ.
എന്തോ ഒരു ഇങ്ങനെ കുറച്ചൊന്ന് എംബോസ്ഡ് ആണ് അതൊക്കെ. അത് രസമുള്ളായിരുന്നു, കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ അതുകൊണ്ട് വാങ്ങിയത്. അപ്പം എൻ്റെ ഷോപ്പിംഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇത്രയുമേ വാങ്ങിയിട്ടുള്ളൂ. സെൻറ്റർ പോയിന്റിൽ നിന്നും മാക്സിൽ നിന്നും കൂടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ്. നമുക്ക് പ്രേണ്ട കാണാം. അപ്പം ഞാൻ വാങ്ങിയത് മാക്സിൽ നിന്നും സെൻറ്റർ പോയിന്റിൽ നിന്നും ഒക്കെയാണ്. പക്ഷെ പ്രേണ്ണ വാങ്ങിയത്, അപ്പം പ്രേണ്ണ പറഞ്ഞാൽ ഡ്രസ്സൊന്നും അങ്ങനെ വാങ്ങത്തേ ഇല്ല, അങ്ങനെ വലിയ താല്പര്യമുള്ളൊരു പാർട്ടിയല്ല. അപ്പം ഞാൻ ഫോഴ്സ് ചെയ്താണ് ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ഞാൻ നാട്ടിൽ പോകുമ്പോൾ വൃത്തിയായിട്ട് നടക്കണം, വീഡിയോസിലൊക്കെ വരണം, വൃത്തിയുള്ള ഡ്രസ്സുകൾ വാങ്ങണം, ഫോഴ്സ് ചെയ്താണ് ഞാൻ വാങ്ങിപ്പിച്ചത്. ഞാനാണെങ്കിൽ വല്ലപ്പോഴും ഒക്കെ എനിക്ക് തോന്നുമ്പം ഞാൻ ഒരെണ്ണോ രണ്ടെണ്ണം ഇങ്ങനെ ഓർഡർ ചെയ്യും. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കത്തൊന്നുമില്ല. അപ്പോൾ പ്രേണ്ണ അങ്ങനെ വലിയ ഷോപ്പിംഗ് താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങുമ്പോഴും നോക്കിയാലേ എന്നൊക്കെ പറയാമല്ലോ, വലിയ ഇതൊന്നുമില്ല. സോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ട്. അപ്പോൾ എനിക്ക് ഡ്രസ്സുകളൊക്കെ ഉണ്ട് ആവശ്യത്തിന്. പക്ഷെ പ്രേൺ ഭയങ്കര ഡ്രസ്സൊന്നും അങ്ങനെ വാങ്ങുന്ന ഒരു സ്വഭാവമില്ല. അതുകൊണ്ട് ഞാൻ ഫോഴ്സ് ചെയ്ത് വാങ്ങിപ്പിച്ചത്. ഇതിപ്പോൾ സെൻറ്റർ പോയിന്റിൽ നിന്നാണ് പ്രേൺ, എല്ലാ സെൻറ്റർ പോയിന്റിൽ തന്നെ വാങ്ങിയത്. പക്ഷെ രണ്ടായിട്ടാണ് വാങ്ങിയത്. ആദ്യം കുറച്ച് ടീഷർട്ട്സാണ് വാങ്ങിയത്. സോ ഇതൊരു ടീഷർട്ടാണ് കേട്ടോ. കണ്ടില്ലേ, ഇത് നല്ലൊരു അടിപൊളി ടീഷർട്ടാണ്. ഞങ്ങൾ 2 പേർക്ക് ഇത് വെബ്സൈറ്റിൽ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. സോ അങ്ങനെ വാങ്ങിയതാണ് ഈ ടീഷർട്ട്. നല്ല രസമല്ലേ കാണാൻ. ഇത് പെണ്ണിട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. സോ ഇതാണ് ഒരു ടീഷർട്ട്. സെൻറ്റർ പോയിന്റ് ഇതെന്താ, ഇത് സ്പ്ലാഷ്. സെൻറ്റർ പോയിന്റ് എന്ന് പറഞ്ഞ കടയിൽ സ്പ്ലാഷ് എന്ന് പറഞ്ഞ ഒരു മാക്സ് പോലത്തെ തന്നെ കട ഇവിടെ ഉണ്ട്. സോ സ്പ്ലാഷിൻ്റെ ഐറ്റംസ് എല്ലാം സെൻറ്റർ പോയിന്റിലും കിട്ടും. സോ സ്പ്ലാഷിൻ്റെ ആണ് ഇത് വാങ്ങിയത്, ഈ ഒരു ടീഷർട്ട്. സെൻറ്റർ പോയിന്റിൽ നിന്ന്. അപ്പോൾ ഇത് വാങ്ങിയത്, ഇത് വെളിയിലിടാൻ വാങ്ങിയതാണ് ഈ ഒരു ടീഷർട്ട്. അതുപോലെ തന്നെ വേറെ ഒന്നും കൂടെ വാങ്ങിയിട്ടുണ്ട്, അതും വെളിയിലിടാൻ. എനിക്കുണ്ടല്ലോ ഈ സ്ട്രൈപ്സ് ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. ആണുങ്ങൾ സ്ട്രൈപ്സ് ഉള്ള ടീഷർട്ട്സ് ഇടുന്നത്, ഷർട്ട്സ് ഇടുന്നത് വലിയ ഇഷ്ടമാണ്. സോ ഇതും അതുപോലെ തന്നെ ഒരു സ്ട്രൈപ്സ് ഉള്ളത് തന്നെയാണ്. സത്യം പറഞ്ഞാൽ എല്ലാം എൻ്റെ ചോയ്സ് തന്നെ കേട്ടോ. ഞാനിങ്ങനെ കാർട്ടിൽ ആഡ് ചെയ്ത് വെക്കും, എൻ്റെ കാണിക്കും ഇത് ഇഷ്ടപ്പെട്ടോ, ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് ഓർഡർ ചെയ്യാം. അങ്ങനെയാണ് ഇവിടെ ഓർഡർ ചെയ്യാറ്. അല്ല ബ്രാൻഡ് വെബ്സൈറ്റ് ഒന്ന് നോക്കി ഓർഡർ ചെയ്യാനുള്ള പേഷ്യൻസ് ഒന്നും ഇല്ല, എനിക്കേ ഉള്ളതൊക്കെ. സോ അപ്പം ഇത് കണ്ടില്ലേ, ഇതൊരു നല്ലൊരു കളറാണ്, സ്ട്രൈപ്സ് ഒക്കെ ഉള്ളത്. അപ്പം ഇച്ചിരി സ്ട്രൈപ്സ് ഒക്കെ ഉള്ള ഇടുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് പേഴ്സണലി ബ്രാൻഡിനെ കാണാൻ. സോ അതുകൊണ്ട് ഞാനിങ്ങനെ ഈ ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും വെളിയിലിടാൻ ഓർഡർ ചെയ്തതാണ്. പിന്നെ കുറേ വേറെ ടീഷർട്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഫ്രണ്ടൊക്കെ കണ്ട് ഇപ്പോഴാണ് നമ്മൾ പൊളിച്ചു നോക്കുന്നത് തന്നെ. ഞാനാണെങ്കിൽ വരുമ്പോൾ തന്നെ പൊളിച്ചു നോക്കും. ഞാൻ പറഞ്ഞില്ലേ, ഈ ഷോപ്പിങ്ങിൽ, തുണി ഷോപ്പിങ്ങിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ്. ഇത് തുറന്നു പോലും നോക്കിയിട്ടില്ല. ഞാനാണെങ്കിൽ വരുന്ന ഉടനെ പൊട്ടിച്ചു നോക്കും. ഇത് തുറന്നു പോലും നോക്കിയിട്ടില്ല. നല്ല ഈ ഒരു ടീഷർട്ട്, ഇത് കൊള്ളാം ആക്ച്വലി കേട്ടോ. ഇത് ആക്ച്വലി നമ്മൾ വീട്ടിലിടാം എന്നുള്ളൊരു പർപ്പസിൽ വാങ്ങിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് വെളിയിലും ഇടാം. ഇതിൻ്റെ ക്വാളിറ്റി മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ്, ഇഷ്ടപ്പെട്ടു എനിക്ക്. നല്ലതാണ്, വെളിയിലും ഇടാൻ പറ്റുന്നതാണ്. ഉണ്ടല്ലേ, ഇതെല്ലാം സ്പ്ലാഷിൻ്റെതാണ് കേട്ടോ. അല്ല സോറി, ഇത് ഐക്കോണിക് ബ്രാൻഡ്, ഐക്കോണിക്. ഇതെല്ലാം സെൻറ്റർ പോയിന്റിലും സ്പ്ലാഷിലും ഒക്കെ കിട്ടുന്ന ഒരു ബ്രാൻഡ്, ഐക്കോണിക്. സോ ഇത് ഐക്കോണിക്കിൻ്റെ ടീഷർട്ടാണ്. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു സ്പ്ലാഷിൻ്റെ തന്നെ ആയിരുന്നു. നോക്കട്ടെ, ഇത് സ്പ്ലാഷാണ്. ഇത് രണ്ടും സ്പ്ലാഷാണ് കേട്ടോ. അപ്പോൾ ഈ ടീഷർട്ട്സിൻ്റെ ഹാഫ് പ്രൈസേ ഉള്ളൂ ഈ ടീഷർട്ടിനൊക്കെ. വേറെ നമ്മൾ വെളിയിലിടാനെന്ന് പറഞ്ഞ പർപ്പസിൽ ആ രണ്ട് ടീഷർട്ടേ വാങ്ങിയുള്ളൂ സ്ട്രൈപ്സിൻ്റെ. പിന്നെ ഇതൊക്കെ വീട്ടിലിടാനുള്ള പർപ്പസിൽ വാങ്ങിയതാണ്. പക്ഷേ ഇൻ കേസ് നല്ലതാണെങ്കിൽ വെളിയിൽ വിടാം, അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമുക്ക് എന്ത് വേണേലും എവിടെ. ഞാനാണേ വെളിയിടുന്ന, വീട്ടിൽ ഇടുന്ന. നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എവിടെ എന്ത് വിടും, ഇവിടെ അതുപോലൊക്കെ തന്നെ. ഇത് കണ്ടില്ലേ, ഇത് സത്യം പറഞ്ഞാൽ കൊള്ളാം, നല്ല മെറ്റീരിയൽ കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ലൊരു പീച്ച് കളറിൽ നല്ലൊരു ടീഷർട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ വീട്ടിലിടാനുള്ള പർപ്പസിലെടുത്താലും നല്ല ടീഷർട്ടാണെങ്കിൽ നമുക്ക് വെളിയിലും ഇടാം, ഒരു തെറ്റുമില്ല. സോ ഇതും കൊള്ളാം. ഇത് ഒരു നല്ല പീച്ച് കളറാണ്, കൊള്ളാം. ഇത് ഒരു ടീഷർട്ട്. പിന്നെ ഇതൊരു ടീഷർട്ട് കാണിക്കാം. ഞങ്ങളുടെ ഓൺലൈൻ ഷോപ്പിംഗ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഞങ്ങൾ വെളിയിൽ വാങ്ങുന്നതല്ല നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ. നിങ്ങളപ്പോൾ ഡ്രസ്സൊന്നും വാങ്ങാറില്ല, നിങ്ങൾ തന്നെ ചിന്തിക്കത്തില്ലേ? ഞങ്ങൾ വലിയ ഷോപ്പിംഗ് കാണിക്കുന്നുണ്ട്, പക്ഷെ തുണി മാത്രം വാങ്ങുന്നില്ല. അപ്പോൾ തുണി സ്വാഭാവികമായിട്ടും മനുഷ്യർ നാട്ടിൽ പോകുമ്പോൾ 1-2 ഡ്രസ്സെങ്കിലും എടുക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഓൺലൈൻ വാങ്ങിയത് നിങ്ങളെ കാണിക്കുന്നത്. ഓൺലൈൻ ഷോപ്പിംഗ് ഇത് കണ്ടില്ലേ, ഇതും നല്ലൊരു ടീഷർട്ടാണ്.
ആസ് യൂഷ്വൽ ഞാൻ പറയുന്ന പോലെ തന്നെ വേണേൽ വെളിയിലും ഇടാം വീട്ടിലും ഇടാം. പക്ഷെ നല്ല നല്ല ഡ്രസ്സാണ്, നല്ല കളർ പ്രിൻറ്റും ഒക്കെ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. പെണ്ണ് ചേരും ഇത് എന്ന് എനിക്ക് തോന്നുന്നു. ഇതേ ഉള്ളോ? ഇതുണ്ട്. പെണ്ണാണ് ആക്ച്വലി കുറച്ച് കൂടുതൽ വാങ്ങിയത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഒന്നും വാങ്ങാറേ ഇല്ല. സോ ഇങ്ങനെ നാട്ടിൽ പോകുന്ന അവസരത്തിൽ ഒക്കേഷണലി ഒക്കെയാണ് ഞാൻ കുറച്ച് 1-2 ഏടിപ്പിക്കും. ഇനിയിപ്പോൾ ഇപ്പം എടുത്തു കഴിഞ്ഞാൽ ഇനി വേറെന്തെങ്കിലും ഒരു കാലത്തായിരിക്കും അതിനും പുറകെ നടക്കണം ഞാൻ. എനിക്ക് വാങ്ങിത്തരും, പക്ഷെ ഫ്രണ്ട് സ്വന്തമായിട്ട് വാങ്ങത്തില്ല. സോ എനിക്കത് കാണുമ്പോൾ വലിയ വിഷമമാണ്. കണ്ടില്ലേ, ഇത് നല്ലൊരു മെറ്റീരിയൽ, നല്ല പ്രിന്റ്, നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിനൊക്കെ, ഈ തുണിക്കൊക്കെ. എന്നാൽ വലിയ വിലയൊന്നുമില്ല കേട്ടോ. സോ കൊള്ളാം. ഈ കളറും ഈ ഗ്രീൻ കളർ വളരെ നല്ലൊരു കളറാണ്. സോ ഇത്രയും ടീഷർട്ട്സ് ആണ് ഇവിടെ വാങ്ങിയത്. ഞാൻ പറഞ്ഞില്ല 4 വീട്ടിലിടാനും 2 വെളിയിലിടാനോ വാങ്ങിയത്. പക്ഷേ വീട്ടിലിടാൻ വാങ്ങിയത് വേണമെങ്കിൽ വെളിയിൽ വിടാം. ആൻഡ് ഓൾസോ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് തരാം. ഇവിടെ UAE-ലുള്ളവർക്കാണെങ്കിൽ, ഇപ്പോൾ നാട്ടിൽ സെൻറ്റർ പോയിന്റ് ഒന്നും ഇല്ല, അപ്പോൾ UAE-ലുള്ളവർക്കൊക്കെ ആണെങ്കിൽ സെൻറ്റർ പോയിന്റിൽ നിന്ന് സ്പ്ലാഷിൽ നിന്നൊക്കെ ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും കടയിൽ പോയി വാങ്ങല്ലേ. അത് വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾ കയറി വാങ്ങണം. ബിക്കോസ് കടയിൽ കിട്ടുന്നതിൻ്റെ ഇപ്പോൾ 50 ദിറംസിൻ്റെ ടീഷർട്ട് അല്ലെ ഇപ്പോൾ 100 ദിറംസിൻ്റെ ടീഷർട്ടാണെന്ന് വെച്ചോ, നിങ്ങൾ വെബ്സൈറ്റിൽ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ 50 ദിറംസിന് നിങ്ങൾക്ക് കിട്ടും. അത് 50 ദിറംസിൻ്റെ ടീഷർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് 25 ദിറംസിന് 20 ദിറംസിനൊക്കെ കിട്ടും. സോ വെബ്സൈറ്റിൽ എപ്പോഴും ഓഫർ കാണും. ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ഇറങ്ങിയ ന്യൂ അറൈവൽ സ്റ്റോക്ക് ഒന്നും ഓഫറിലില്ലെങ്കിലും നിങ്ങൾക്ക് ആ ന്യൂ അറൈവൽ സ്റ്റോക്ക് ഒരു 1 മന്ത് കഴിയുമ്പോൾ മുതൽ നിങ്ങൾക്ക് ഓഫറിൽ കിട്ടാൻ തുടങ്ങും. അപ്പോൾ കടയിൽ പോയി ആദ്യമൊക്കെ ഞങ്ങൾ പോയി കടയിൽ വാങ്ങുക. അന്ന് എനിക്ക് അത്ര വിവരമില്ല എന്ന് സത്യം പറഞ്ഞാൽ വെബ്സൈറ്റിൽ ഇത്ര ഓഫർ ഉണ്ടെന്നുള്ളത്. പിന്നെ ചുമ്മാ ഇങ്ങനെ വെബ്സൈറ്റിലൊക്കെ ചെക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ 1 മാസം മുന്നേ മേടിച്ച ഡ്രസ്സ് ഇപ്പോൾ ഞാൻ ഒരു 100 ദിറംസിന് മേടിച്ചാണെങ്കിൽ ഞാൻ 1 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ 50 ദിറംസിന് എടുക്കാൻ. അന്നേരം എനിക്ക് എൻ്റെ ഹാർട്ടൊക്കെ ചങ്കൊക്കെ വേദനിക്കാൻ തുടങ്ങി, ഇത്രയും കാശ് എന്തിനാ കളഞ്ഞത്. സോ അന്ന് മുതൽ ഞാൻ ഓൺലൈൻ മാത്രമേ ഡ്രസ്സ് വാങ്ങാറുള്ളൂ അധികവും. പക്ഷെ മാക്സിന് മാത്രം ഞാൻ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഓഫർ വരത്തില്ല കേട്ടോ. മാക്സിൽ വരാറുണ്ട് ഓഫർ, എന്നാലും സെൻറ്റർ പോയിന്റിലും സ്പ്ലാഷിലും ഒക്കെ വരുന്ന പോലെ അത്ര ഹ്യൂജ് ഓഫേഴ്സ് എനിക്ക് മാക്സിൽ തോന്നിയിട്ടില്ല ഇന്നേ വരെ. സോ ഇത്രയൊക്കെ ആയിരുന്നു വേണ്ട ടീഷർട്ട് ഷോപ്പിംഗ്. ഇതിപ്പം ജസ്റ്റ് ഒരു ½ an hour മുന്നേ വന്ന സാധനമാണ് വേണ്ട തന്നെ. ഓക്കേ, അപ്പൊ ഇതാണ്. ഇത് ഫ്രണ്ട് കുറച്ച് ട്രാക്സ് വാങ്ങിയതാണ്. ഫ്രണ്ട് ജീൻസിനെക്കാട്ടി പ്രിഫർ ചെയ്യുന്നത് ട്രാക്സ് ഇടാനാണ് കേട്ടോ. വെളിയിലൊക്കെ പോകുമ്പോഴാണെങ്കിലും കൂടുതലും ട്രാക്സ് ഇടാനാണ് പ്രിഫർ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. ഇത് ബ്രാൻഡാണ് എംപറർ ജീൻസ് എന്നുള്ളൊരു ബ്രാൻഡാണ്, റെഗുലർ ഫിറ്റ് ആണ്. ഇതെല്ലാം ഞങ്ങൾ ഓഫറിൽ വാങ്ങിയതാണ് കേട്ടോ. സോ ഞങ്ങൾക്ക് വളരെ ആദായ വിലയ്ക്ക് കിട്ടിയ സാധനങ്ങളാണ് ഇതൊക്കെ. സോ ഇതും കണ്ടില്ലേ, നല്ലൊരു ക്രീം കളറാണ്. എംപറർ ഫിറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണിത്. ഇതാണ് ട്രാക്ക് പാൻറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക റിലാക്സ്ഡ് ഫിറ്റ് പാൻറ്റ് എന്നൊക്കെ പറയത്തില്ലേ, ഇത് നമ്പർ 1. ഇതിൻ്റെ ബ്രാൻഡ് എംബളം ഇതിലുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതാ എംബ്ലം അല്ല, ഇതിൻ്റെ ബ്രാൻഡിൻ്റെ ഇത് കണ്ടോ, എംപറർ ജീൻസ് ലിമിറ്റഡ് കളക്ഷൻ എന്നായിട്ടേക്കുന്നത്. സോ ഇതാണ് എംപറർ ജീൻസിൻ്റെ തന്നെ ജോഗേഴ്സ് ടൈപ്പ്. അതേപോലെ തന്നെ ഇത് എന്തിൻ്റെ നോക്കട്ടെ, ഇത് സത്യം പറഞ്ഞാൽ ഇന്നലെ ഇവിടെ രാത്രി 11 മണിക്ക് ഓർഡർ ചെയ്ത സാധനമാണ്. ലിറ്ററലി രാത്രി 11 മണിക്ക് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ എണീറ്റ് അവധിയാണല്ലോ, സാറ്റർഡേ ആണ്. രാവിലെ എണീറ്റ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്ന സമയത്ത് എനിക്ക് ഫോണിൽ മെസ്സേജ് വന്നു. ഒരു 9 മണിയൊക്കെ മെസ്സേജ് കിടക്കുന്നു, ഡോറിൽ ഇട്ടിട്ട് പോയിട്ടുണ്ടെന്ന് സാധനം. അപ്പം ഞാൻ ഫ്രണ്ട് ഡോറും തുറന്ന് നോക്കി ലെഫ്റ്റ് ആയിട്ട് ഒരു ഡോർ സ്റ്റെപ്പ് മെസ്സേജ് കിടക്കുന്നത്. അപ്പം ഡോർ തുറങ്ങിയപ്പോൾ ഡോറിൻ്റെ താഴെ ഇട്ടേച്ച് പോയിട്ടുണ്ട് സാധനം. രാത്രി 11 മണിക്ക് ഓർഡർ ചെയ്തത് രാത്രി 9 മണിയാകുമ്പോൾ ഇട്ടേച്ച് പോയിട്ടുണ്ട്. സോ അത്ര ക്വിക്ക് ഡെലിവറിയാണ്, ആലോചിച്ചോ. ഇത് സ്പ്ലാഷിൻ്റെ ബ്രാൻഡാണ്, സ്പ്ലാഷിൻ്റെ ട്രാക്ക് പാൻ്റാണ്. ഇത് റിലാക്സ്ഡ് ഫിറ്റ് ആണ് കേട്ടോ. നല്ല നല്ല കട്ടിയുണ്ട്. ഐക്കോണിക് കണ്ട, ഐക്കോണിക് എന്നുള്ള ബ്രാൻഡാണിത്. സ്പ്ലാഷിൻ്റെ തന്നെ തോന്നുന്നു ഐക്കോണിക് കേട്ടോ. സ്പ്ലാഷിൻ്റെ സ്പ്ലാഷും ഉണ്ട് ഐക്കോണിക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നതാ.
ഇത് കൊള്ളാം, നല്ല റിലാക്സ് ഫിറ്റ്, നല്ല നല്ല തുണിയുമാണ്. എനിക്ക് വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയില്ല, പക്ഷെ നല്ല നല്ല മെറ്റീരിയൽ, നല്ല തുണിയുമാണ്. സോ ഇത് പിന്നെ ഇതും എനിക്ക് തോന്നുന്നു ഐക്കോണിക് തന്നെയാണ്, അതോ ഏതാണോ എനിക്കറിയില്ല, എനിക്കിപ്പോൾ ഓർമ്മയില്ല. പിന്നെ പലതും ആയതുകൊണ്ട് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് പറയാം. ഇത് എംപറർ ജീൻസാണ്. ഇത് എംപറർ ജീൻസിൻ്റെ തന്നെ വേറെ ഒരു കളറാണ്. നമ്മളിപ്പോൾ ക്രീം കളർ കണ്ടില്ലേ, സോ അതിൻ്റെ തന്നെ വേറെ ഒരു കളർ. വീട്ടിലിടാനാണ് വാങ്ങിയത്, ബട്ട് എനിക്ക് തോന്നുന്നത് നല്ല മെറ്റീരിയൽ കേട്ടോ, നല്ല മെറ്റീരിയലാണ്. യു ക്യാൻ വെയർ ഔട്ട് സൈഡ് ഓൾസോ. സത്യം പറഞ്ഞാൽ നല്ല നല്ല മെറ്റീരിയൽ. അത് ബ്രാൻഡ് ഇഷ്ടംപോലെ യു ക്യാൻ വെയർ. കൊള്ളാം കേട്ടോ. ഇത് നല്ല സെയിം നമ്മൾ കുറച്ച് മുമ്പ് കണ്ട എംപറർ ജീൻസിൻ്റെ തന്നെ. ആൻഡ് ഇത് ലാസ്റ്റ്. ഇനി എനിക്കറിയില്ല നമ്മളിനി ഷോപ്പിംഗ് ചെയ്യുമോ ഇനി നാട്ടിൽ പോകുന്ന, ബിക്കോസ് ഇനി നമ്മൾ നാട്ടിൽ പോകാത്ത ദിവസം ഇല്ല. സോ ഡിപ്പെൻസ്. ചെയ്യുവാണെങ്കിൽ ഞാൻ കാണിക്കാം. ഇത് ഐക്കോണിക്കിൻ്റെ ആണ്. നല്ലൊരു കളറായിരുന്നു ആൻഡ് റിലാക്സ്ഡ് ഫിറ്റാണിത്. ഇത് കൊള്ളാം കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല മെറ്റീരിയലാണ്. ഞാൻ വിചാരിക്കുകയാണ് ബ്രാൻഡ് ഇത് വീട്ടിലിടാൻ അനുവദിക്കാതിരിക്കുക, വെളിയിലിടാൻ അനുവദിക്കുക, അതാണ് എൻ്റെ ടാർഗറ്റ് ഇനിയും. ബിക്കോസ് ഇത് നല്ല തുണിയാണ്. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല എങ്ങനെയാണ്, പക്ഷെ നല്ല നല്ല കട്ടിയുള്ള, നല്ല അതും നല്ല ഒരു സോഫ്റ്റ് കട്ടിയുള്ള തുണി എന്നൊക്കെ പറഞ്ഞില്ലേ, നല്ല എന്താ സ്ട്രെച്ചൊക്കെ ഉള്ള അത്ര. ആൻഡ് നൈസ് കളറുമാണ് കേട്ടോ ഇത്. അപ്പം ഇത്രയും. അപ്പോൾ ഇതാണ് ബ്രാൻഡ് ഷോപ്പിംഗ് ഐറ്റംസ്, ക്ലോതിങ് ഐറ്റംസ് എല്ലാം. സോ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ്. ഞങ്ങൾ ഓൺലൈൻ മേടിച്ച സാധനങ്ങൾ നിങ്ങളെ കാണിക്കുകയാണ്. ഇതും വെക്കേഷൻ ഷോപ്പിങ്ങിൽ തന്നെ വരുന്ന സാധനങ്ങളാണ്. കടയിൽ നിന്നല്ല, നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയാണ്. പക്ഷേ നമ്മളെല്ലാം കാണിക്കുമ്പം ഇതും നിങ്ങളെ കാണിക്കണമെന്ന് ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചു. സോ അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിങ്ങളെ എൻ്റെ വെബ്സൈറ്റ് ഓൺലൈൻ ക്ലോതിങ് ഷോപ്പിങ്സിൻ്റെ എല്ലാ വാങ്ങിയ സാധനങ്ങളെല്ലാം ഞാൻ കാണിച്ചു. ഇത്ര സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഓണത്തിനായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ ഓണത്തിനായിട്ട് പ്രത്യേക ഡ്രസ്സൊന്നും വാങ്ങാറില്ല. പക്ഷേ അറിയില്ല, നോക്കട്ടെ. ഇത്തവണ നാട്ടിൽ വരുന്നതുകൊണ്ട്, കറക്റ്റ് സമയത്തിന് ഓണത്തിന് നാട്ടിൽ വരുന്നുണ്ട്, വാങ്ങണം. ഒരു മുണ്ട് ഷർട്ടും ഒക്കെ പറയണം വാങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ബിക്കോസ് നമ്മൾ അതൊക്കെ പിന്നെ ഇടാറില്ല, അതുകൊണ്ട് ഞങ്ങളങ്ങനെ അതിന് കാശ് വേസ്റ്റ് ചെയ്യാറില്ല. പക്ഷെ എന്നാലും ഇത്തവണ ഓണത്തിന് നാട്ടിൽ വരുന്നതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ വന്ന് ഒരു ഷോപ്പിംഗ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കാണിക്കാം കേട്ടോ. സോ ഇതാണ് ഞങ്ങളുടെ ക്ലോതിങ് ഷോപ്പിംഗ്. പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരുപാട് ഈ ട്രഡീഷണൽ ഈ കുർത്താസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ യു എയിൽ നിന്ന് വാങ്ങാറേ ഇല്ല. ഞാൻ എല്ലാം നാട്ടിൽ നിന്നാണ് വാങ്ങാറ്. സോ ഞാൻ കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട്, വെബ്സൈറ്റിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എൻ്റെ വീട്ടിൽ വന്ന് എത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ കയ്യിൽ സേഫാണ് അതെല്ലാം. അതമ്മ ഓപ്പൺ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം നാട്ടിൽ പോകുമ്പം, നാട്ടിലെത്തിക്കഴിഞ്ഞിട്ട് ഒരു പുതിയ വീഡിയോ ഞാൻ ഇടും. ഞാൻ വെബ്സൈറ്റിൽ നാട്ടിൽ നിന്ന് വാങ്ങിയ കുറേ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അന്നേരം അവിടെ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. സോ ഇന്നത്തെ ഞങ്ങളുടെ അൺബോക്സിങ് വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ, ഞങ്ങളുടെ ഓൺലൈൻ ഷോപ്പിംഗ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. പ്ലീസ് വാച്ച് അവർ ചാനൽ. പ്ലീസ് സബ്സ്ക്രൈബ് ടു പേർഷ്യൻ മലയാളി. ഞങ്ങൾ മാക്സിമം എല്ലാ ദിവസവും വ്ളോഗ്സ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. പ്ലീസ് സപ്പോർട്ട് അവർ ചാനൽ. ഞങ്ങളുടെ ഈ ചോട്ട ഓൺലൈൻ ഷോപ്പിംഗ് സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫ്രം പേർഷ്യൻ മലയാളി.